കാവേരി നദി വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുന്നതിനിടെ നിരവധി ദ്വീപുകൾ തീർത്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ദ്വീപാണ് നിസർഗധാമ. കർണാടകയിൽ കൂർഗ് ജില്ലയിൽ കുശാൽ നഗറിന് സമീപത്തായാണ് നിസർഗധാമ സ്ഥിതി ചെയ്യുന്നത്. കർണാടക വനം വകുപ്പാണ് മുളങ്കാടുകൾ നിറഞ്ഞ ഈ ദ്വീപ് സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. കാവേരി നദിയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് ഒരു തൂക്കുപാലത്തിലൂടെയാണ് എത്തിച്ചേരേണ്ടത്. തൂക്കുപാലത്തിലൂടെയുള്ള ഈ യാത്ര തന്നെ അവിസ്മരണീയമായ ഒന്നാണ്. തൊണ്ണൂറ് മീറ്റർ നീളമുണ്ട് ഈ തൂക്കുപാലത്തിന്. തൂക്കുപാലം കടന്നക്കരെ എത്തിയാൽ 35 ഏക്കറിലായി പടർന്നു കിടക്കുന്ന സുന്ദരമായ നിസർഗധാമ ആയി. മുളങ്കാടുകൾ കൂടാതെ പലയിനം വൃക്ഷലതാദികളും ഇവിടെ വളരുന്നുണ്ട്. കത്തുന്ന വേനലിലും കുളിരുള്ള കാഴ്ചകൾ നിറയുന്ന ദ്വീപിലേക്ക് ദേശാടന പക്ഷികളും പതിവ് തെറ്റിക്കാതെ ചേക്കേറുന്നുണ്ട്. മുളങ്കാടുകളും പ്രകൃതി സൗഹൃദ ഇരിപ്പിടങ്ങളും ഒരുക്കി ദ്വീപ് സഞ്ചാരികളുടെ ഹൃദയത്തിൽ കുളിരുകോരി നിറയ്ക്കുന്നു. ഉഷ്ണകാലത്തെ പ്രതിരോധിക്കാനുള്ള ഹരിത കവചമായി മുളങ്കാടുകൾ ഇവിടെ ധാരാളമായുണ്ട്. നിത്യഹരിത വനങ്ങളുടെ നീണ്ട കാഴ്ചകളും ദ്വീപിനെ പച്ചപ്പണിയിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഈ തണലിൽ ഏറെ നേരം സമയം ചെലവിടാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടകിന്റെ പൈതൃകങ്ങൾ പങ്കുവെക്കുന്ന കൊടവ ശില്പങ്ങൾ നിസർഗധാമയിൽ കാണാം. സ്ത്രീകളും പുരുഷന്മാരും പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്യുന്ന ശില്പങ്ങൾ ജീവൻ തുളുമ്പുന്നതാണ്. അറുപത്തിനാല് ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ് മഴക്കാലം പിന്നിടുന്നതോടെ പച്ചപ്പണിയും. ഈ പച്ചപ്പുകളാകട്ടെ കത്തുന്ന വേനൽക്കാലം മുഴുവൻ നിസർഗധാമയ്ക്ക് കുടചൂടി നിൽക്കും. കാവേരി നദി ഇടമുറിയാതെ ഒഴുകുന്ന വേളയിൽ ഇവിടെ ബോട്ട് യാത്ര സൗകര്യമുണ്ട്. ചെറിയ തടാകങ്ങളായി വേനൽക്കാലത്ത് കാവേരി ചുരുങ്ങുമ്പോൾ പക്ഷികളും ഇവിടെ കൂട്ടമായി എത്തിത്തുടങ്ങും. പ്രകൃതി സൗഹൃദ വിനോദ കേന്ദ്രമായതിനാൽ പ്ലാസ്റ്റിക് കവറുകളും മറ്റും ഈ ദ്വീപിനുള്ളിലേക്ക് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ദ്വീപിനുള്ളിലെത്തിയാൽ അനേകം നടപ്പാതകൾ മരങ്ങൾക്കിടയിലൂടെ നീണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ദ്വീപിന്റെ നാനാഭാഗത്തേക്കും നീളുന്ന വഴിത്താരകളിൽ ഉദ്യാനങ്ങളും മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. നിസർഗധാമ ദ്വീപിലെ മാൻ പാർക്കും സഞ്ചാരികളുടെ ആകർഷണമാണ്. വിശാലമായ ഉദ്യാനത്തിൽ 100 കണക്കിന് മാനുകളെ പരിപാലിക്കുന്നുണ്ട്. കാടിന്റെ തണലിൽ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെയാണ് ഇവിടെ മാനുകൾ വളരുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം.